യെഹെസ്കേൽ 38 കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശം അതെപ്പോൾ, അതിലാരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. ആൻഡ് യെഹെസ്കേൽ സ്റ്റഡി സെഷൻസിലെ അടുത്ത ഒരു സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈ ദ വേ, ഈ യെഹെസ്കേൽ സ്റ്റഡി സീരീസിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ സീരീസിൻ്റെ തന്നെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിന് മുമ്പുണ്ടായിരുന്ന എപ്പിസോഡ്സ് നിങ്ങൾ കാണുക, നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യെഹെസ്കേൽ പുസ്തകം 38 അധ്യായം. അതിൽ ഗോഗിൻ്റെ കൂടെയുള്ള സംഘടിത ശക്തികളും ഇസ്രയേലിനെതിരെ അധിനിവേശം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ യെഹെസ്കേലിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നെ നമ്മൾ കണ്ടെങ്കിൽ, ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഇപ്രകാരമാണ് ആ അധ്യായങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ 38, 39 അധ്യായങ്ങളിലാണ് ഗോഗ് മാഗോഗിൻ്റെ ആ അധിനിവേശം നമ്മൾ കാണുന്നത്. യെഹെസ്കേൽ 38ഉം 39 അധ്യായം കൂടെ ചേർത്ത് നോക്കുമ്പോഴാണ് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന മാഗോഗിൻ്റെ പ്രദേശത്തു നിന്നുള്ള ഗോഗ് നയിച്ചുകൊണ്ട് വരുന്ന ആ അധിനിവേശത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നതും ദൈവം അവർക്കെതിരെയുള്ള ന്യായവിധി നടപ്പാക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നത്. ഇത് പഴയ നിയമത്തിലെ ബൈബിൾ പ്രവചന വേദഭാഗങ്ങളിലെ വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആണ്. കാരണം പലരും ഡിബേറ്റ് ചെയ്യുന്നത് ഈ ഗോഗിൻ്റെ ഐഡൻറ്റിറ്റി, അത് ആരാണ്, പിന്നെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, പിന്നെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അത് നിവൃത്തിയായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഡിബേറ്റുകൾ അനേകർ നടത്താറുണ്ട്. യെഹെസ്കേൽ 38 അധ്യായത്തെ തന്നെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഗോഗിന് നേരെ പ്രവചിക്കുവാനും പിന്നെ അതുപോലെ തന്നെ ഗോഗിൻ്റെ കൂടെയുള്ള സംഘടിത ശക്തികൾ ആരെല്ലാമാണെന്നുള്ളതിനെ പറ്റിയുള്ള വിവരണവും. 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആ അധിനിവേശത്തെ പറ്റിയുള്ള പ്രവചനവും അതിൻ്റെ ഉദ്ദേശവും. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തെ ഈ അധിനിവേശത്തിൻ്റെ ഉദ്ദേശം. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രതികരണവും ന്യായവിധിയും ആ ന്യായവിധിയുടെ ഉദ്ദേശവും. ഈ അധ്യായം തന്നെ ഇരിക്കുന്നത് ഇസ്രയേലിനെ ദൈവം ഇസ്രയേലിൻ്റെ സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആ ഒരു ഭാഗത്തിൻ്റെയും പിന്നെ യേശു കർത്താവ് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ച സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ വേദഭാഗം, ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്പെഷ്യലുമാണ്. 1ഉം 2ഉം വാക്യങ്ങളിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തുബേൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഈ മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നത് തന്നെ യെഹെസ്കേൽ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അഭിസംബോധന ചെയ്ത് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നത്. ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് എന്ന് പറയുമ്പോൾ മാഗോഗ് എന്ന് പറയുന്ന ദേശത്തിലെ തലവനായ ഗോഗിനെതിരെ വേണം ഇപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിക്കുവാൻ. ഗോഗിനെ പറ്റി അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് റോഷിൻ്റെയും മേശക്കിൻ്റെയും തുബാലിൻ്റെയും പ്രഭു എന്ന രീതിയിലാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഗോഗ്? അതൊരു ടൈറ്റിലാണോ, വ്യക്തിയാണോ, അതോ രാജ്യമാണോ? നമ്മൾ വിചാരിക്കും മാഗോഗ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടരുടെ നേതാവായി വരുന്ന വ്യക്തിയാണ് ഗോഗെന്ന്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരിടത്ത് പോലും ആ ഒരു സമയത്തിന് മുമ്പ് ഒന്നും പറയാതെ, ഒരു ഇൻട്രഡക്ഷനോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് ഒരു വ്യക്തിയോ ഒരു സംഭവത്തെയോ പെട്ടെന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ആമോസിൻ്റെ പുസ്തകം 7 അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില്ല. അതിലെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. യഹോവയെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ, പുല്ല് 2ാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച 2ാമത്തെ പുല്ല് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലായോ? പ്രോബബിളി നോട്ട്. കാരണം നമ്മൾ വായിക്കുന്ന ആ മലയാളം വേർഷൻ വരുന്നത് ഇംഗ്ലീഷ് തർജ്ജമയിൽ നിന്ന് വരുന്നെങ്കിലും അത് ഒറിജിനലി വരുന്നത് മാസററ്റിക് ടെക്സ്റ്റിൽ നിന്ന്. മാസററ്റിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യഹൂദ പഴയ നിയമം, അതായത് നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്നതാണ് യഹൂദരുടെ ബൈബിൾ. ആ ബൈബിളിനെ അസംബിൾ ചെയ്ത് കോഡിഫൈ ചെയ്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഡയാക്രിറ്റിക്കൽ മാർക്സ് കൊടുത്തു. എന്തിനു വേണ്ടി? ശരിയായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണത്തിന് വേണ്ടി. നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട കാര്യം, എബ്രായ ഭാഷയിൽ ഒറിജിനലി വവൽസ് ഇല്ല. ആ, ഓ, ഉ എന്നൊക്കെ പറയുന്ന ആ വവൽസ് അതിലില്ല. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്പേർട്ട് ലെവലിൽ കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്നവരും അതിൽ വെൽ ട്രെയിൻഡ് ആയവർക്ക് മാത്രമേ ആ ഭാഷ വായിക്കുവാനോ വേദപുസ്തകം പ്രത്യേകിച്ച് ആ പഴയ നിയമത്തിനെ ആ എബ്രായ ഭാഷയിൽ വായിക്കുവാനോ സാധിച്ചുള്ളൂ. പക്ഷേ പിന്നീട് വന്ന ശാസ്ത്രിമാർ, യഹൂദ ശാസ്ത്രിമാർക്ക് കൂടുതൽ പേർ ആ വചനം വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ അവർ ഡയാക്രിറ്റിക്കൽ മാർക്സും കൂടെ ടെക്സ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശ്രദ്ധിക്കണം, ടെക്സ്റ്റിനെ തിരുത്തുകയോ മാറ്റി എഴുതുകയോ അല്ല ചെയ്തത്. പക്ഷേ ആ ടെക്സ്റ്റിൽ മാർക്കുകൾ, അതായത് എബ്രായ ഭാഷ കണ്ടിട്ടുള്ളവർക്കറിയാം, ചില കുത്തുകൾ,
ചില വരകൾ, ചില ഡോട്ടുകളും ചില മാർക്കിങ്സ് ഒക്കെ കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം, ആ, ഓ, ഉ എന്നൊക്കെ പറയുന്ന ആ വവൽസ്, അങ്ങനെ ആ വവൽസിനെയും കൂടെ വായിക്കത്തക്കവണ്ണമുള്ള മാർക്കിംഗ് കൊടുത്ത് കൂടുതൽ പേർക്കും ഈസി ആയിട്ട് എബ്രായ പഴയ നിയമം, അതായത് യഹൂദരുടെ ബൈബിൾ വായിക്കുവാൻ അവർ അപ്രകാരമുള്ളൊരു ക്രമീകരണം വരുത്തി. ആ ഒരു ക്രമീകരണം വരുത്തിയ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റാണ് മാസററ്റിക് ടെക്സ്റ്റ്. അത് ഏകദേശം 900 AD അതിൻ്റെ വർക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് മറ്റൊരു തർജ്ജമയുണ്ട്, സെപ്റ്റുവജിൻറ്റ്, അതായത് എബ്രായ പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് തർജ്ജമ. അത് വരുന്നത് ഈ പറഞ്ഞ മാസോററ്റിക് ടെക്സ്റ്റിനും ഏകദേശം 1000 വർഷം മുമ്പ് വന്ന ടെക്സ്റ്റാണ്. അത് ഏകദേശം 270 BC വന്നു. സെപ്റ്റുവേജിൻ്റെ അർത്ഥം തന്നെ 70 എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ടെക്സ്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്? യഹൂദ എബ്രായ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റിൽ അൺനെസസറി ആണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നതിനകത്ത് ഒന്നും അർത്ഥമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം അതൊരു റെമത്സ് ആണ്. അതായത് എബ്രായ ഒരു പദമാണ്, ഒരു പ്രയോഗമാണ് റെമത്സ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഹിൻഡ് കിടപ്പുണ്ട്. അതായത് അതിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ആഴമേറിയ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ ആമോസിലെ ആ വാക്യം സെപ്റ്റുവജൻറ്റിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. യഹോവയായ ദൈവം എനിക്ക് ഇപ്രകാരം കാണിച്ചു തന്നു, കിഴക്ക് നിന്നൊരു വെട്ടുക്കിളി കൂട്ടം വരുന്നു, പിന്നെ ഒരു വെട്ടുക്കിളി, ഗോഗ് രാജാവ്. ഗോഗ് രാജാവോ? സദൃശവാക്യങ്ങൾ 30:27 പറയുന്നു വെട്ടുക്കിളികൾക്ക് നേതാവോ രാജാവോ ഇല്ല. പക്ഷേ നമ്മൾ വെളിപ്പാട് പുസ്തകം 9:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന വെട്ടുക്കിളികൾ സാധാരണ നമ്മൾ നേച്ചറിൽ കാണുന്ന വെട്ടുക്കിളികളല്ല. അവ ഡീമൺ ലോക്കസ്റ്റുകളാണ്, അതായത് പൈശാചിക വെട്ടുക്കിളികളാണ്, പൈശാചിക ക്രീച്ചേഴ്സാണ്. അവയ്ക്കൊരു രാജാവുണ്ട്. അപ്പോൾ ഇനിയും മടങ്ങി വന്നാൽ യെഹെസ്കേൽ 38 മടങ്ങി വന്നാൽ ഗോഗിൻ്റെ ഐഡൻറ്റിറ്റിയെ ഒരു പൈശാചിക രാജാവ് എന്ന് മനസ്സിലാക്കിയാൽ ചില പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യും. ഉദാഹരണത്തിന് അത് ഈ ഒരു വ്യക്തിയെ അന്ത്യകാലത്ത് വീണ്ടും കാണുന്ന ആ ഒരു കാര്യത്തെ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ള ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യും. അതോടൊപ്പം ഈ ഗോഗ് മാഗോഗിനെ വീണ്ടും നമ്മൾ വെളിപ്പാട് പുസ്തകം 20:8, അതായത് ഈ യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്ത് വീണ്ടും ഗോഗ് മാഗോഗിനെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതിനും ഒരു പരിഹാരം, അല്ലെങ്കിൽ അതിനെയും സോൾവ് ചെയ്യും. ഗോഗ് ഒരു പൈശാചിക രാജാവാണെന്ന് മനസ്സിലാക്കിയാൽ അനേകർ ഈ യെഹെസ്കേൽ 38 വെളിപ്പാട് പുസ്തകം 20 കാണുന്ന ആ വേദഭാഗം കൂടെ കൂട്ടിക്കുഴച്ച് പല രീതിയിൽ ഇതിനെ ഫ്യൂസ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് നടക്കില്ല. കാരണം രണ്ടും വെവ്വേറെ ഇവൻറ്റുകൾ, വെവ്വേറെ സംഭവങ്ങളും വെവ്വേറെ ഡീറ്റെയിൽസുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാഗോഗ് ഒരു കൂട്ടം ജനവും ഗോഗ് ഒരു പൈശാചിക ടൈറ്റിലുമാണ്. ഇനി മേശക്കും തുബാലിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് സർമാഷ്യൻസും മുഷോവൈറ്റ്സും എന്ന് പറയുന്ന ആ മനുഷ്യർ. അവർ നോർത്തേൺ ഏഷ്യ മൈനർ, അതായത് നമ്മുടെ ടർക്കി എന്ന് പറയുന്ന പ്രദേശത്തിൽ പോണ്ടസ് എന്ന് പറയുന്ന പ്രോവിൻസിൻ്റെ ഭാഗത്ത് താമസിച്ചവരാണ്. ഇവരാണ് ആ പറഞ്ഞവർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഹെറോഡോട്ടസ് എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ പിതാവെന്ന് കാണപ്പെടുന്ന വ്യക്തി തന്നെയാണ്. പിന്നെ മേശക്ക് എന്ന് പറയുന്നത് ബാർബേറിയൻ ആളുകൾ, അവരെ വിളിച്ചിരുന്ന തന്നെ മോസ്കി, അവർ മോസ്കിയൻ മലകളുടെ അടുത്ത് താമസിച്ചവരാണ്. ആ പദത്തിൽ നിന്നാണ് മോസ്കോ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പേര് തന്നെ വരുന്നത്. അതങ്ങനെയാണെന്നുള്ളത് വില്യം ജിസെനിയസ്, അതായത് ഏറ്റവും അതോറിറ്റേറ്റീവായ, അതായത് ആധികാരികമായ എബ്രായ ലെക്സിക്കൺ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത്. പിന്നെ റോഷ് അല്ലെങ്കിൽ റോസ്, അതൊരു പ്രോപ്പർ നെയിം ആവാം. അവ ചൂണ്ടിക്കാണിക്കുന്നത് വൾഗ നദിയുടെ അടുത്തുള്ള ടാറസ് കുന്നുകളുടെ വടക്ക് ഭാഗത്ത് താമസിച്ചവർ. അത് കെയിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് പഴയ നിയമത്തെക്കുറിച്ച് ആധികാരികമായ കമൻട്രിയൊക്കെ വളരെ നേരത്തെ തന്നെ എഴുതിയ വ്യക്തിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെയാണല്ലോ നമ്മൾ ടേബിൾ ഓഫ് നേഷൻസ്, അതായത് നോയുടെ സന്തതികളുടെയൊക്കെ ലിസ്റ്റ് നമ്മളവിടെ കാണുന്നത്. ആ ഒരു ലിസ്റ്റിൽ ഗോമർ, മാഗോഗ്, തുബാൽ, മേശക് ഇവരെല്ലാവരും ജാഫേത്തിൻ്റെ പുത്രന്മാരാണ്. ജാഫേത്ത് എന്ന് പറയുന്നത് നോയുടെ പുത്രനുമാണ്. ആൻഡ് ഈ പേരുകൾ നമ്മൾ യെഹെസ്കേൽ 38 കാണുന്നുമുണ്ട്. കുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിൻ്റെ പുത്രൻ. താൻ സെറ്റിൽ ചെയ്തത് നൈലിൻ്റെ സെക്കൻഡ് കാറ്ററാക്റ്റിൻ്റെ തെക്ക് ഭാഗത്താണ്. കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയെ ചില കുന്നുകളോ അല്ലെങ്കിൽ നദിയുടെ അടിയിലുള്ള ചില പാറകൾ നിമിത്തം ആ നദിയിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ ദിശ മാറുന്ന സ്ഥലം. അപ്പോൾ ആ പറയുന്ന സ്ഥലത്താണ് കുഷ് സെറ്റിൽ ചെയ്തത്, അതായത് ഇന്നത്തെ എത്യോപ്യ, സുഡാൻ എന്ന പ്രദേശങ്ങൾ. പിന്നെ പുട്ട് എന്ന് പറയുന്നത് ഹാമിൻ്റെ പുത്രൻ. താൻ സെറ്റിൽ ചെയ്തത് ഈജിപ്തിന് പടിഞ്ഞാറായിട്ടുള്ള സ്ഥലം, അതായത് ഇന്നത്തെ ലിബിയയും നോർത്ത് ആഫ്രിക്കയുടെ പ്രദേശങ്ങൾ. ഗോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫേത്തിൻ്റെ മകൻ. താനായിരുന്നു സിമേറിയൻസിൻ്റെ പിതാവ്. താൻ സെറ്റിൽ ചെയ്തത്, അല്ലെങ്കിൽ അവർ സെറ്റിൽ ചെയ്തത് ദനൂബ്, റൈൻ നദികളുടെ അടുത്ത്, അതായത് ഇന്നത്തെ പോളണ്ട്, ചെക്കോസ്ലോവാക്യ
ഈസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ പ്രദേശങ്ങൾ ഇവരായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഹെറോഡോട്ടസും പിന്നെ പ്ലൂട്ടാർക്ക്, ജോസീഫസ് എന്ന ഈ ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടോഗർമ എന്ന് പറയുന്നത് ഗോമറിൻ്റെ പുത്രൻ. താനായിരുന്നു അർമീനിയൻസിൻ്റെ പിതാവ്. അർമീനിയൻസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ടർക്കിയും ടർക്കസ്താൻ ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്നവരായിരുന്നു. മാഗോഗ് എന്ന് പറഞ്ഞാൽ ജാഫേത്തിൻ്റെ പുത്രൻ. താനായിരുന്നു സ്കിതിയൻസിൻ്റെ പിതാവ്. ഹെസിയോദ് എന്ന് പറയുന്ന ഗ്രീക്ക് കവി 8-ാം നൂറ്റാണ്ട് BC-യിൽ തന്നെ മാഗോഗിയൻസ് സ്കിതിയൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. പിന്നെ ഹെറോഡോട്ടസ്, ഞാൻ പറഞ്ഞല്ലോ ചരിത്രത്തിൻ്റെ പിതാവ്, താൻ 5-ാം നൂറ്റാണ്ട് BC-യിൽ തന്നെ പറഞ്ഞു സ്കിതിയൻസ് വസിച്ചിരുന്ന സ്ഥലം ഉക്രൈൻ മുതൽ ചൈന വരെ 10-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് BC വരെ അവരായിരുന്നു ആ പ്രദേശത്ത് വസിച്ചിരുന്നത്. ഫൈലോയും ജോസീഫസ് എന്ന ചരിത്രകാരന്മാരൊക്കെ തന്നെ റെഫറൻസ് ചെയ്തിരുന്നു ആ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ നോക്കിക്കൊണ്ട്. റാംപാർട്സ് ഓഫ് ഗോഗ് ആൻഡ് മാഗോഗ്, അതായത് ഗോഗിൻ്റെയും മാഗോഗിൻ്റെയും പ്രതിരോധത്തിന് വേണ്ടി പണിത മതിലുകൾ, അങ്ങനെയായിരുന്നു അവർ രേഖപ്പെടുത്തിയത്. പിന്നെ നമ്മൾ എസ്കേലിൻ്റെ ആ 38-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പദപ്രയോഗമാണ് അങ്ങേ വടക്കേ അറ്റത്തിൽ നിന്ന് വരുന്നവർ എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രയേലിനെ റെഫറൻസ് പോയിൻ്റായിട്ട് നോക്കി വടക്കിൻ്റെ അങ്ങേ അറ്റം നമ്മൾ നോക്കിയാൽ അത് സ്കിതിയൻസിൻ്റെയും റഷ്യൻസിൻ്റെയും പ്രദേശമാണ്. ടുബാലും മെഷക്കും അവർ ജാഫേത്തിൻ്റെ പുത്രന്മാർ. അവ ഈസ്റ്റേൺ അനറ്റോളിയ, അതായത് ഇന്നത്തെ ടർക്കിയിലെ ചില പ്രധാന നഗരങ്ങളായിരുന്നു. 1900-നൊക്കെ മുമ്പ് തന്നെ ചില പ്രധാനപ്പെട്ട കമൻറ്റേറ്റേഴ്സ് റോഷിനെ സ്കിതിയൻസും റഷ്യയുമായിട്ടൊക്കെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അപ്പോൾ സ്കിതിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോമാഡിക് ട്രൈബുകളായിരുന്നു. അതായത് ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്ക് ഇങ്ങനെ കന്നുകാലികളുമായിട്ടൊക്കെയും ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്നവർ അവരായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഉക്രൈൻ മുതൽ ചൈനയുടെ പ്രദേശം വരെയുള്ള ആ ഭാഗത്തിൽ 10-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് BC വരെ ആ ഒരു സമയം വരെ അവരായിരുന്നു അവിടെ വസിച്ചിരുന്നത്. അവരെ മീഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ചില സ്കിതിയൻസ് ബ്ലാക്ക് സീയുടെ വടക്ക് ഭാഗത്തുള്ള ഉക്രൈൻ്റെയൊക്കെ ആ പ്രദേശത്ത് അവർ സെറ്റിൽ ചെയ്തു. ചിലർ കാസ്പിയൻ സീയുടെ കിഴക്ക് ഭാഗത്തോട്ടും സെറ്റിൽ ചെയ്തു. ഹെറോഡോട്ടസ് വിവരിച്ചിരുന്നത് ആ പ്രദേശത്ത് പ്രത്യേകിച്ച് നെയ്സ്റ്റർ, ബഗ്, നെയ്പ്പർ, ഡോൺ നദികൾ അവയുടെയൊക്കെ ഓരത്ത് പാർത്തിരുന്നവർ ഇവരായിരുന്നെന്നും ആ ഒരു സ്ഥലത്തായിരുന്നു ബ്ലാക്ക് സീയിലേക്കും ആസോവ് നദിയിലേക്കും എല്ലാം ഈ നദികൾ ഒഴുകി ഇറങ്ങിയത്. ആ പ്രദേശത്ത് വസിച്ചത് സ്കിതിയൻസ് ആയിരുന്നെന്ന് ഹെറോഡോട്ടസ് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ മടങ്ങി വന്നാൽ 3-ാമത്തെ വാക്യം, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ദൈവം തൻ്റെ എതിർപ്പ്, ഗോഗിനോടുള്ള എതിർപ്പ് അവിടെ പ്രഖ്യാപിക്കുക. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി എന്താണ് കടന്നു വരുവാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും പരിചയം പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും. ദൈവം ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്, ഗോഗിനെയും ഗോഗിൻ്റെ കൂടെയുള്ളവരെയും ഇസ്രയേലിൻ്റെ എതിരെ ദൈവം കൊണ്ടുവരും. ഗോഗിന് പല ഉദ്ദേശങ്ങൾ കാണും ഈ ഒരു അധിനിവേശം നടത്തുവാൻ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിനെ നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണ്. താടിയലിൽ ചൂണ്ട എന്ന് പറയുന്നത് തന്നെ വ്യക്തമാണ്, ദൈവമാണ് അവരെ നിയന്ത്രിക്കുന്നത്. പിന്നെ ആ ഒരു സൈന്യത്തിൻ്റെ വലിപ്പവും ഒരുക്കവും മിലിറ്ററി ശക്തിയും ഒക്കെയും നമുക്ക് അവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാം. റഷ്യയുടെ തലവനാണ് ഗോഗ് എന്ന് കാണുന്നവർ അവർ പല കാരണങ്ങൾ മുന്നോട്ട് വെക്കും. റഷ്യ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അന്ത്യകാലത്തിൽ നിന്നും. അതായത് റഷ്യയ്ക്കൊരു സമ്മർ നേവൽ ബേസ് വേണം. പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രദേശത്ത് നിന്ന് അവർക്ക് ഓയിൽ വേണം, എണ്ണ വേണം. പിന്നെ ഡെഡ് സീ മിനറൽസ് അവർക്കും വേണം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് റഷ്യ ഇസ്രായേലിലേക്ക് ഒരു അധിനിവേശം നടത്താമെന്ന് അങ്ങനെയുള്ളവർ പറയും. ഇപ്പോൾ തന്നെ സിറിയക്കകത്ത് റഷ്യയുടെ ഒരു ശക്തമായിട്ടുള്ളൊരു മിലിറ്ററി സാന്നിധ്യമുണ്ട്. സിറിയൻ ഗവൺമെൻറ്റിനെ എല്ലാ കാലത്തും സഹായിച്ചുകൊണ്ടിരുന്നത് റഷ്യയായിരുന്നു. ആൻഡ് സിറിയൻ ഗവൺമെൻറ് ഇസ്രായേലിനോട് എതിർത്തുമാണ് നിൽക്കുന്നത്. 5-6 പരിചയും തലക്കോരികയും ധരിച്ച പാഴ്സികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും തോഗർമാ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. പേർഷ്യയും എത്യോപ്യയും ലിബിയയൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ഗോഗിൻ്റെ കൂടെ ചേരും. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ. കുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിന് തെക്ക് ഭാഗത്തുള്ള ദേശങ്ങൾ, പ്രോബബിളി സുദാനും എത്യോപ്യ ആ പ്രദേശങ്ങൾ. കൂട്ടെന്ന് പറയുന്നതാണ്, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ആഫ്രിക്കയുടെ പ്രദേശമാകുന്ന, അതായത് ഇന്നത്തെ ലിബിയയുടെയൊക്കെ സ്ഥലം. പരിചയും തലക്കോരികയും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ മിലിറ്ററി ശക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗോമേറും അവരുടെ പടക്കൂട്ടങ്ങളും തോഗർമാ ഗ്രഹവും എന്നൊക്കെ പറയുമ്പോൾ, ഗോമർ എന്ന് തന്നെ പറയുന്നത് കപ്പഡോഷ്യയുടെ പ്രദേശത്തു നിന്നുള്ളവർ, അതായത് ഇന്നത്തെ ടർക്കിയുടെ ഭാഗം. തോഗർമായുടെ ഗ്രഹം തന്നെ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള അർമീനിയൻ ആളുകളെയൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അനേകർ ഇവരുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യങ്ങളുടെ കൂടെ മറ്റ് ചിലരും കൂടെ ഈ അധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ കടന്നു വരും. ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവി ആയിരിക്കുക. ഗോഗും തൻ്റെ സഖ്യകക്ഷികളോടും ദൈവം പറയുന്നത് ഇസ്രയേലിനെതിരെ കടന്നു വരാൻ നിങ്ങൾ ഒരുങ്ങിക്കോണം.
ഗോഗാണ് ആ സംഘടിത ശക്തിയുടെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്നും നമ്മൾ നോക്കിയാൽ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ആംസും വെപ്പൺസും ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ആരാണ്? റഷ്യയാണ്. 8-ാമത്തെ വാക്യം, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ഗോഗ് മാഗോഗ് പ്രവചനത്തിന് നിവൃത്തീകരണം അന്ത്യകാലത്താണ് സംഭവിക്കുന്നത്. ആ സംഘടിത ശക്തി ഇസ്രായേലിനെതിരെ കടന്നു വരും. ഇസ്രായേൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ലോകത്തിൻ്റെ വിവിധ ദിശകളിലേക്കും ചിതറിക്കപ്പെട്ട് പോയിട്ട് പിന്നീട് അവർ സ്വൈര്യമായി അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് ഈ ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ സംഭവം നടക്കുന്നത്. ഇസ്രായേൽ അവരുടെ ദേശത്ത് സ്വസ്ഥമായി വസിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഗോഗ് ഇസ്രായേലിനെതിരെ കടന്നു വരുന്നത്. ഇത് 1948 മുമ്പേ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അന്ന് ഇല്ലായിരുന്നു. 1948 ഇസ്രായേൽ എന്ന ആ രാഷ്ട്രം വീണ്ടും ഈ ഭൂമുഖത്തുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വേദഭാഗത്തിന് എത്രയധികം റെലവൻസാണ് പിന്നെ ഉണ്ടായത്. 9-ാമത്തെ വാക്യം, നീ മഴക്കോൾ പോലെ കയറി വരും. ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ഈ സംഘടിത ശക്തി വളരെ ഫാസ്റ്റായി ഒരു ബാധ കയറി വരുന്നത് പോലെ നശിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് കയറി വരുന്നത്. ഗോഗിൻ്റെ പൈശാചികമായിട്ടുള്ള പ്ലാൻ. 10-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. ദൈവമാണ് ഗോഗിനെയും കൂടെയുള്ളവരെയും ഇസ്രായേലിനെതിരെ വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തന്നെ ഗോഗിനൊരു പൈശാചിക ഉദ്ദേശമുണ്ട്. തൻ്റെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. 11-ാമത്തെ വാക്യം, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിനും. ആദ്യത്തെ പൈശാചിക ചിന്ത ഗോഗിൻ്റെ മനസ്സിൽ ഇസ്രായേലിനെതിരെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഇസ്രായേലിനെ ആക്രമിക്കണമല്ലോ, അതിനുള്ള കാരണം ഇസ്രായേലിന് പ്രതിരോധമില്ല. അവർ തിരിച്ചവരുടെ ദേശത്തേക്ക് മടങ്ങി വന്നു. അവർക്ക് ഇത്രയധികമുള്ള വലിയൊരു സൈനിക ശക്തിയെ നേരിടുവാനായിട്ടുള്ള കഴിവില്ല എന്ന ചിന്തയാണ് ഗോഗിനുള്ളത്. രണ്ടാമത്തെ ചിന്ത, അവന് വിലപിടിപ്പുള്ള പല വസ്തുവകകളും അവന് വേണം. ഇസ്രായേലിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകണം. സാമ്പത്തിക താല്പര്യം. തിരിച്ചു വന്ന ഇസ്രായേലിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആ സുരക്ഷ കാണുമ്പോൾ അതിൽ ഗോഗ് നോട്ടം വെച്ചു. ഗോഗിനത് വേണം. 12-ാമത്തെ വാക്യം, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളവിടെ വായിക്കുന്നത് ഒരു കാലത്ത് ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ദേശം. പക്ഷേ ഇസ്രായേൽ അവിടെ മടങ്ങി വന്ന ശേഷം ആ സ്ഥലം വീണ്ടും ഫലഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്നു. ആ ദേശത്തിൻ്റെ മധ്യേ താമസിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ദൈവത്തിൻ്റെ ജനം വസിക്കുന്നു. ഈ ലോകത്തിൻ്റെ മാപ്പിൻ്റെ തന്നെ മധ്യഭാഗം എന്ന് കാണാവുന്നത് ഇസ്രായേലാണ്. എസ്കേൽ 5:5 നമ്മളത് വായിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കുന്നത് തന്നെ നോക്കിയാൽ ഇസ്രായേലാണ് ഈ ഭൂമിയുടെ തന്നെ സെൻറ്ററായി നിൽക്കുന്നതെന്നുള്ളതും നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. 13-ാമത്തെ വാക്യം, ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്ത് കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ഷീബയും ദീദാനും തശീശ് വർത്തകന്മാരും. മറ്റ് ചില രാജ്യങ്ങൾ ഗോഗിൻ്റെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ കരുതുന്നത് ഈ ഗോഗും കൂട്ടിനും വരുന്നത് കൊള്ളയടിക്കുവാനാണ്. ഷേബയും ദീദാൻ എന്ന് പറയുന്നത് ഇന്നത്തെ സൗദി അറേബ്യയാണ്. ഞാൻ അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം കുറേ നാൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തർശീശ് എന്ന് പറയുന്നത് തന്നെ ടിന്നിൻ്റെ ഒരു സോഴ്സാണ്. ബ്രിട്ടാനിയ എന്ന് പറയുന്ന പദം തന്നെ വരുന്നത് ടിൻ എന്ന് പറയുന്ന ആ പദത്തിൽ നിന്നാണ്. ഫിനീഷ്യൻസ് കോൺവാളിൻ്റെ പ്രദേശത്ത് നിന്നാണ് ടിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. തർശീശിലെ ആ ഷിപ്പുകൾ എന്ന് പറയുന്നത് വലിയ മെർച്ചൻ്റ് ഷിപ്പുകൾ, ദൈർഘ്യമേറിയ സമുദ്ര യാത്രകൾക്ക് വേണ്ടി പണിത ഷിപ്പുകൾ, ചിലതൊക്കെ 2 വർഷത്തിൽ പരം നീണ്ടു നിന്ന യാത്രകളാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന, അതായത് ഒരു സൂചനയാണ്, ടർഷീഷ് എന്ന് പറയുന്നത് പ്രോബബിളി ബ്രിട്ടൻ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ മറ്റ് കോളണികൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡ്. ടർഷീഷിൻ്റെ വർത്തകന്മാരും സാമ്പത്തികമായി ട്രേഡിംഗ് രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ഗോഗ് വരുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവർ പ്രതികരിക്കുന്നുമില്ല. ഇസ്രായേലിനെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു നിലപാട് അവർ എടുക്കുന്നുമില്ല. 14-ാമത്തെ വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയയില്ലയോ? ഇസ്രായേൽ സുരക്ഷിതമായി ദേശത്ത് പാർക്കുമ്പോഴാണ് ദൈവം ഇപ്രകാരമുള്ളൊരു ആക്രമണം അത് നടക്കത്തക്കവണ്ണം വഴിയൊരുക്കുന്നത്. അതൊരു റെറ്റോറിക്കൽ ചോദ്യമാണ്. അതായത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ പാർക്കുന്ന ജനത്തെ ആക്രമിക്കുവാൻ ഗോഗിന് യാതൊരുവിധ മടിയുമില്ലയോ? പിന്നെ നമ്മളവിടെ കണ്ടത് എൻ്റെ ജനമായ ഇസ്രായേൽ. ഇത് വൺ ഓഫ് ദ മെനി പ്രൂഫ്സ്, പല തെളിവുകളിലെ ഒരു തെളിവാണ്.
അതായത് ഈ സംഭവം നടക്കുന്നത് പോസ്റ്റ് ചർച്ച് ടൈം, അതായത് ഉൽപ്രാപണത്തിന് ശേഷം, സഭയെ എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നുള്ള തെളിവുകളിലെ ഒരു തെളിവാണ്. കാരണം എൻ്റെ ജനമായ ഇസ്രായേൽ എന്നാണ് ദൈവം പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചില സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് 2 കൂട്ടം ജനങ്ങളാണുള്ളത്. ഒന്ന് ഇസ്രായേൽ എന്ന യഹോവയുടെ ഭാര്യയും, 2 യേശുവിൻ്റെ സഭയായ ബ്രൈഡ്, അതായത് വധു. ഈ 2 കൂട്ടരിലും ദൈവം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്റ്റഡിക്കായി നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, എന്തുകൊണ്ടാണ് ഉൽപ്രാപണം കഴിഞ്ഞ് എന്നൊക്കെയുള്ള ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 15-ാമത്തെ വാക്യം, കുതിരപ്പുറത്ത് കയറിയ ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ആ പറയുന്ന സമയത്ത് ഗോഗും കൂട്ടരും ഇസ്രായേലിനെതിരെ കടന്നു വരും. സകലരും കുതിരപ്പുറത്ത് വളരെ ഫാസ്റ്റായി. യെഹെസ്കേൽ വിവരിക്കുന്നത് യെഹെസ്കേലിൻ്റെ കാലത്ത് വളരെ ഫാസ്റ്റായി ഒരു സൈന്യം കടന്നു വരുന്ന ഒരു രീതിയെപ്പറ്റിയാണ് യെഹെസ്കേൽ അവിടെ വിവരിക്കുന്നത്. ആ സൈന്യം ഒരു മേഘം വരുന്നത് പോലെ ആർക്കും സ്റ്റോപ്പ് ചെയ്യുവാൻ പറ്റാത്ത വിധത്തിൽ വളരെ ഫാസ്റ്റായി കടന്നു വരും. ആ ഒരു പിക്ചറാണ് യെഹെസ്കേൽ കൊടുക്കുന്നത്. 16-ാമത്തെ വാക്യം, ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്കൽ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. യെഹെസ്കേൽ വീണ്ടും ഊന്നി പറയുന്നു, ഈ ഒരു അധിനിവേശം നടക്കുന്നത് അന്ത്യകാലത്തിൻ്റെ സമയത്തായിരിക്കും. ഗോഗിൻ്റെ പരാജയത്തിലൂടെയും ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ വിശുദ്ധി, ശക്തിയും പരമാധികാരവും സകല രാജ്യങ്ങളും കാണും. 17-ാമത്തെ വാക്യം, പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? ഇതും ഒരു റെറ്റോറിക്കൽ ചോദ്യമാണ്. അതായത് ഈ ആക്രമണവും ദൈവം അതിൽ പ്രവർത്തിക്കുന്നതും ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതുമൊക്കെ ഇതിനു മുമ്പ് ദൈവം ഇസ്രായേലിലേക്ക് അയച്ച പ്രവാചകന്മാരോട് പറഞ്ഞതിൻ്റെയൊക്കെ നിവൃത്തീകരണമല്ലയോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. നമുക്ക് ഈ ഒരു അധ്യായത്തെ യോയേൽ 3-ാം അധ്യായം, സെക്കറിയാവ് 14-ാമത്തെ അധ്യായവുമായിട്ടെല്ലാം കണക്ട് ചെയ്യാം. കാരണം അവിടെയും യെരുശലേമിനെതിരെ ഒരു ആക്രമണം വരികയും പക്ഷേ ദൈവം ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ ഗോഗ് എന്ന് പറയുന്ന വടക്കേ അറ്റത്തുനിന്ന് വരുന്ന ഒരു ലീഡർ, ഒരു പൈശാചിക ടൈറ്റിലാണ്. അവൻ ഈ പറഞ്ഞ പല രാഷ്ട്രങ്ങളെയും കൂട്ടി ഇസ്രായേലിനെതിരെ കടന്നു വരും. അവന് ചില പൈശാചികമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്, പക്ഷേ ദൈവമാണ് അവനെ വലിച്ചുകൊണ്ട് വരുന്നത്. അന്ത്യകാലത്തിലാണ് സംഭവിക്കുന്നത്. അത് ഈ ഇസ്രായേലിൻ്റെ ചുറ്റിനുമുള്ള എല്ലാ ദിശകളിൽ നിന്നും ഇസ്രായേലിനെതിരെ ഈ കൂട്ടർ കടന്നു വരും. അതിൽ പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, പിന്നെ ഇന്നത്തെ ടർക്കി, ലിബിയ, എത്യോപ്യ, സുഡാൻ, പിന്നെ അർമീനിയ, ജർമ്മനി, ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഉൾപ്പെടും. ഗോഗും തൻ്റെ കൂടെ ഉള്ളവരും വളരെ ഫാസ്റ്റായി വലിയൊരു സൈന്യമായി ഇസ്രായേൽ സ്വസ്ഥമായി ഇസ്രായേലിൻ്റെ ദേശത്ത് പാർക്കുന്ന സമയത്ത്, സമൃദ്ധിയോടെ പാർക്കുന്ന സമയത്ത് ഈ ഗോഗും കൂട്ടരും ഇസ്രായേലിനെതിരെ കടന്നു വരും. മറ്റ് ചില രാജ്യങ്ങൾ ഇതെല്ലാം കണ്ട് ഒട്ടും പ്രതികരിക്കാതെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ദൈവം ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുകയും ഗോഗിനെ നശിപ്പിക്കുകയും സകല രാഷ്ട്രങ്ങളുടെയും മുമ്പാകെ ദൈവത്തിൻ്റെ നാമം ഉയർത്തുകയും ചെയ്യും. ഈ ഒരു വിജയം ഇതിനു മുമ്പ് ഇസ്രായേലിലൂടെ ദൈവം അയച്ച പ്രവാചകന്മാർ പറഞ്ഞതിനെ എല്ലാം നിവർത്തിക്കുന്ന വിധത്തിലായിരിക്കും കാര്യങ്ങളെന്ന് നടക്കുന്നത്. ഇനിയും ഗോഗിൻ്റെ മേലുള്ള ന്യായവിധി. ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം പറയുന്നത് ഗോഗ് വിചാരിക്കും ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ക്രോധം ഗോഗിൻ്റെ കൂടെ വരുന്നവരുടെ എതിരെയും തിരിയും. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഇസ്രായേലിനെ നാളുകളായി ഇല്ലായ്മ ചെയ്യുന്ന കാര്യം ദീർഘനാളുകളായി ദൈവം ക്ഷമിച്ച് പോന്നെങ്കിലും അന്ന് ആ സമയത്ത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ അവസാനിക്കും. ദൈവത്തിൻ്റെ ക്രോധമായിരിക്കും അവരുടെ നേരെ ഒഴിക്കപ്പെടുന്നത്. 19-ാമത്തെ വാക്യം, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഒരു രീതി ഒരു വലിയ ഭൂമികുലുക്കം അയച്ചാണ്. എങ്ങനെയാണ് ആ ഭൂമികുലുക്കം ആ എതിരെ വരുന്ന ആ കൂട്ടത്തെ മാത്രം ഇല്ലായ്മ ചെയ്യുന്നതെന്നുള്ളത് അത്ര വ്യക്തമല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവിടെ വായിക്കുന്നതും. അടുത്ത വാക്യം അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. ഇത്രയും വലിയൊരു ഭൂമികുലുക്കം തന്നെ വ്യക്തമാകുന്നത് ലോകത്തിലുള്ള എല്ലാവരും അത് തിരിച്ചറിയും. മനുഷ്യൻ കുറച്ചും കൂടെ താഴ്മയിലേക്ക് വരുന്ന വിധത്തിലായിരിക്കും ആ ദൈവപ്രവൃത്തി. ദൈവത്തിന് മാത്രം അന്ന് മഹത്വവും ലഭിക്കും. സകല മലകളും വീഴും, സകല മതിലും വീഴും. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയായിരുന്നുവെന്ന്. 21-ാമത്തെ വാക്യം, അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും. ഈ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെതിരെ ഗോഗും കൂട്ടരും കടന്നു വന്നതുകൊണ്ട് തന്നെ ദൈവം അവർക്കെതിരെ ന്യായവിധി റിലീസ് ചെയ്യുമ്പോൾ ആ പറയുന്ന ആ സഖ്യകക്ഷികൾ തമ്മിൽ ആക്രമിക്കുവാൻ തുടങ്ങും. അവർ കൺഫ്യൂസ്ഡ് ആയിപ്പോവും.
അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുവാൻ തുടങ്ങും. ദൈവമാണ് അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത്. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ദൈവം മഹാമാരിയെയും മരണവും എല്ലാം കൂടെ ഈ എതിരെ അവരിലേക്ക് റിലീസ് ചെയ്യും. അത് ദൈവത്തിൻ്റെ നീതിയെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വലിയൊരു സംഭവമായി തീരും. പെരുമഴയും വലിയ ആലിപ്പഴവും ഇതിനു മുമ്പും ദൈവം ന്യായവിധിക്കായി അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയായിരിക്കും ഗോഗിൻ്റെ കൂടെ വരുന്നവർക്കെതിരെയും ദൈവം റിലീസ് ചെയ്യുവാൻ പോകുന്നത്. 23 ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും ഞാൻ യഹോവ എന്നവർ അറിയുകയും ചെയ്യും. ഇപ്രകാരം വലിയ ഒരു സ്പെക്ടാക്കുലർ ഡിസ്പ്ലേയിലൂടെ ഗോഗിൻ്റെ കൂടെ വരുന്നവരെയും ദൈവം നശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഒരു സമ്മറിയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്കേൽ 38 ചൂണ്ടിക്കാണിക്കുന്നത് വലിയൊരു ക്ലൈമാക്റ്റിക്കായിട്ട് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു സംഭവം. അതിൽ മാഗോഗിൻ്റെ പ്രദേശത്തു നിന്ന് വരുന്ന ഗോഗ് എന്ന് പറയുന്ന അതിനെ നയിക്കുന്ന തലവനും പിന്നെ കൂടെയുള്ള പല സംഘടിത ശക്തികളും കൂടെ നേരെ ഇസ്രയേലിനെതിരെ അവർ അന്ത്യകാലത്ത് കടന്നു വരും. സുരക്ഷിതമായി സ്വസ്ഥമായി പാർക്കുന്ന ഇസ്രയേൽ, സമൃദ്ധിയിൽ പാർക്കുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരും. പക്ഷേ ആ അധിനിവേശം സക്സസ്ഫുൾ ആകുകയില്ല, വിജയിക്കില്ല. സൂപ്പർ നാച്ചുറലായിട്ടുള്ള ന്യായവിധി, ഭൂമി ഉൽക്കവും കൺഫ്യൂഷനും മഹാമാരിയും തീയും ആലിപ്പഴവും എല്ലാം ദൈവം അയച്ച് ആ കടന്നു വരുന്ന ശക്തികളെ ദൈവം ഇല്ലായ്മ ചെയ്യും. ഈ ഒരു സംഭവത്തിലൂടെ രാഷ്ട്രങ്ങൾ തന്നെ ഷെയ്ക്കണാവും. എന്താണ് ദൈവത്തിന് ചരിത്രത്തിൻ്റെ മേലും മനുഷ്യൻ്റെ മേലുള്ള പരമാധികാരം എന്ന് സകലരും തിരിച്ചറിയും. ഗോഗിൻ്റെ പരാജയത്തിലൂടെ ദൈവം തൻ്റെ നാമത്തെ ഉയർത്തുകയും ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വീണ്ടും ഉറപ്പിക്കുകയും പിന്നീട് അതായത് എസ്കേൽ 40 മുതൽ 48 കാണുന്ന മശിഹ വന്ന് സ്ഥാപിക്കുന്ന 1000 ആണ്ട് വാഴ്ചയുടെ ആ ഒരു സമയത്തേക്കും കൂടെ വേണ്ടി സ്റ്റേജ് ഒരുക്കുന്ന സംഭവമായിരിക്കും അത്. പ്രവചനപരമായിട്ട് നോക്കുകയാണെങ്കിൽ എസ്കേൽ 38 നിൽക്കുന്നത് തന്നെ പൈശാചിക ശക്തികളും ദൈവരാജ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയൊക്കെ ഉള്ള ഒരു നല്ല പ്രിവ്യൂ ആയിട്ടാണ്. ഇതിൽ നിന്ന് വിശ്വാസികളായ നാം പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഏതെല്ലാം രാജ്യങ്ങളും ശക്തികളും എന്തെല്ലാം കഴിവും എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ ബ്ലോക്ക് ചെയ്യുവാൻ നോക്കിയാലും ദൈവം തന്നെയാണ് പരമാധികാരിയും അവിടുത്തെ ഹിതം മാത്രമേ നടക്കുകയുള്ളൂ എന്നും ദൈവം സകലതും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഇസ്രായേലിനു വേണ്ടി യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വാഗ്ദത്തങ്ങളും ദൈവം തക്ക സമയത്ത് തന്നെയെല്ലാം നിവർത്തിക്കും എന്നുള്ളൊരു സത്യമാണ് അവിടെ വിളിച്ചു പറയുന്നത്. ഈ ഒരു സ്റ്റഡി സെഷൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ സ്റ്റഡി സീരീസിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു സന്ദേശവുമായി ചേർന്ന് പഠിക്കാവുന്ന നിങ്ങളുടെ സ്റ്റഡിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് സെഷൻസിൻ്റെ മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ സീ യു ദെയർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.